ഹലോ നമസ്കാരം. കുറച്ച് നാളായിട്ട് നല്ല ഓഫ് മൂഡിലാണ്. ഓഫ് മൂഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഒരുമാതിരി സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്ന പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. അതായത് ഒരു വീഡിയോ തന്നെ എടുത്തിട്ടില്ല, ഒരുമാതിരി ഡള്ളായിട്ട്. അതായത് വർക്കിന് പോകുന്നു, തിരിച്ചു വരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്ലാസ് ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് വർക്ക് മാത്രമേ ഉള്ളൂ. വർക്കിന് പോകുന്നു, 3 ദിവസം വർക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി 4 ദിവസം ചുമ്മാ ഇരിക്കുന്നു. ജർമ്മൻ പഠിക്കുന്നതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നതല്ലാതെ പ്ലാനിങ് മാത്രമേ ഉള്ളൂ. എഫക്റ്റീവായിട്ടൊന്നും തന്നെ വർക്കൗട്ടും ചെയ്തില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ പുറത്തേക്ക് ഈ ഒരു ഫേസിനെ പൊട്ടിച്ച് പുറത്ത് വന്നാലേ സെറ്റ് ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. പിന്നെ ബട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാനിവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അമ്മു ഓൾറെഡി വർക്കിന് പോയിട്ടുണ്ട്. അപ്പോൾ അവൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും വരും. സോ അതിന് മുമ്പ് എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ എയർ ഫ്രയർ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർ ഫ്രയർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയർ വന്നപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കനെല്ലാം കൂടെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. പക്ഷേ നമുക്ക് ആ ചിക്കൻ എടുത്ത് എയർ ഫ്രയർ വെക്കണമെങ്കിൽ ഒരു പേപ്പർ മേടിക്കണം. ആ പേപ്പറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ അത് ഗൂഗിൾ നോക്കിയിട്ട് വേണം പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നത്. പിന്നെ പറ്റുമെങ്കിൽ ഈ ഒരു വ്ളോഗ് ഫിനിഷ് ചെയ്യണം. ഇതിനിടയ്ക്ക് ഞാൻ കുറേ ട്രൈ ചെയ്തിരുന്നു, ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ദാറ്റ് ഡേ. ഞാൻ എൻ്റെ ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു ഷട്ട് ഡൗൺ ഫേസ് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരാനുള്ള ദിവസമാണെന്ന്. ഓൾ ദി ബെസ്റ്റ് ഫോർ മീ. നമ്മൾ ബാഗ് എടുത്തിട്ടുണ്ട്, നമുക്ക് നേരെ പുറത്ത് പോകാം. ലൈറ്റൊക്കെ നിർത്തി, എൻ്റെ അടുത്ത് ലൈറ്റൊക്കെ ഓഫാണ്. സോ വേഗം ഇനി തിരിച്ച് കയറണമെങ്കിൽ താക്കോൽ വേണം. സോ ആ ഡോറ് വൺസ് ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കയറണമെങ്കിൽ താക്കോൽ വേണം. അതുകൊണ്ട് താക്കോൽ മറന്നു വെച്ചിട്ട് പുറത്ത് പോയ സീനാണ്. സോ ഇവിടെയാണ് നമ്മുടെ ലെറ്ററുകളും കാര്യങ്ങളും വരുന്നത്. താക്കോലിട്ട് തുറന്ന് നോക്കണം. പക്ഷേ എളുപ്പത്തിന് ഞാനത് പുറത്ത് പോയിട്ട് ഇങ്ങനെ നോക്കും, ഒന്നും തന്നെ വന്നിട്ടില്ല. സോ നമുക്ക് തന്നെ കടയിൽ പോകാം. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറം സൈഡ്. ഇപ്പം മഴയൊക്കെ പെയ്ത് തോർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വെള്ളമൊക്കെ കാണാം, പിള്ളേർ കളിക്കുന്ന സ്ഥലത്ത്. ഞാൻ എന്തായാലും ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. ബാക്ക് പേപ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ ലിഡിലിൽ പോയിട്ട് നേരെ ബാക്ക് പേപ്പർ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകും. ഗൈസ്, അത് ബാക്ക് പേപ്പർ അല്ല, അത് ബേക്ക് പെപ്പർ എന്നാണ് ഇവിടെ വായിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനാണ്. ഇംഗ്ലീഷ് വായിക്കുന്ന പോലെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. വേറെ തന്നെ പയ്യാനില്ല. ചിലപ്പോൾ ആ കിടന്ന DM ആണ്. ചിലപ്പോൾ DM പോയി ഒരു പെർഫ്യൂം മേടിക്കണം. നീ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ തീർന്നു പോയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പോയി മേടിച്ചു തരാം. സോ നമ്മൾ ലിഡിലെത്തി. നമ്മൾ മേടിക്കാൻ വന്ന പേപ്പറാണ് ഈ ഇരിക്കുന്നത്. ബേക്ക് പേപ്പർ സുഷ്നിറ്റെ ആയിരിക്കണം. സോ ഇതിന് 95 സെൻറ്റേ ഉള്ളൂ. നമുക്ക് 2 പാക്കറ്റ് മേടിക്കാം. വെക്കാൻ സ്ഥലമില്ല. സോ നമുക്കിത് മാത്രം മതി. ഇവിടുന്ന് നമുക്കിനി DM-ലാണ് സ്പ്രേ മേടിക്കേണ്ടത്. ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കായിരുന്നു. ഇവിടെ കണ്ടില്ല, നമുക്ക് DM തന്നെ പോയി മേടിക്കാം. ഓക്കെ, ബില്ല് ചെയ്യട്ടെ. സെൽഫ് ബില്ലിങ് ചെയ്യാൻ വേണം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോർമീറ്റ് കാർട്ടൻ, അതായത് കാർഡ് വെച്ച് പേ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് പേ ചെയ്യാം. ആദ്യം നമ്മൾ ഒരു ഐറ്റം എടുക്കുക, സ്കാൻ ചെയ്യുക. സോ ഇനി നമ്മൾ ഫോൺ വെച്ച് പേ ചെയ്യുന്നത്. സോ നമ്മൾ പേ ചെയ്തു. ഇവിടെ കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും വഴിപണിയാണ്. നേരത്തെ നമുക്കിവിടെ നേരിട്ട് നടക്കാമായിരുന്നു. നമുക്ക് നോക്കാം അതിൽ നടക്കാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന്. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. നോക്കാം, ചിലപ്പോൾ പറ്റുമായിരിക്കും, ചിലപ്പോൾ പറ്റില്ല. ഒരമ്മച്ചി നടന്നു വന്നതുകൊണ്ട് എനിക്ക് ഉറപ്പായി ഇതിലെ നടക്കാൻ പറ്റുമെന്ന്. നോക്കാം. പണി നടക്കുന്ന സൈറ്റാണ്. ഇപ്പോൾ പണി ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് നടക്കാം, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. ഞാൻ നമ്മുടെ DM-ൻ്റെ ഫ്രണ്ടിലെത്തി. DM-ൻ്റെ പാർക്കിംഗ് സ്പേസിൽ ഈ കാണുന്നതാണ് DM. ആക്ച്വലി ഈ DM നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. അതായത് നമ്മളിപ്പോൾ നാട്ടിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോകുന്ന പോലെ അതിൻ്റെ കുറേ മെഡിക്കൽ റിലേറ്റഡ് സാധനങ്ങൾ തന്നെ. പക്ഷേ അതിൻ്റെ കുറേ ആൾട്ടർനേറ്റീവ് നമുക്ക് അതിൻ്റെ റെസിപ്റ്റ് കൂടാതെ നമുക്ക് ഉപയോഗിക്കാം. പല കാര്യങ്ങളിലും ആശ്വാസം കണ്ടെത്താൻ പറ്റുന്ന ഐറ്റംസ് ഇവിടെ ഉണ്ട്, പല വേദനകളിലും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് DM. നമുക്ക് ഇപ്പോൾ എന്തായാലും പോയി അവിടെ നിന്ന് പെർഫ്യൂം മേടിക്കാം. ഞാൻ ഉപയോഗിക്കാറുള്ളൊരു ബോഡി സ്പ്രേ ഇവിടെ ഉണ്ട്. ഇതാണ് ഞാൻ മേടിക്കാൻ വന്ന സാധനം. ഇത് ആക്ച്വലി ഒരു ബോഡി സ്പ്രേ ആണ്. എനിക്കിത് ഇഷ്ടമാണ്. സോ നമുക്കിത് മേടിച്ചിട്ട് പോകാം. നമ്മൾ പെർഫ്യൂം മേടിച്ചിറങ്ങി. എന്തായാലും ചെറുതായിട്ട് മഴ പിടിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാം.
ആ കാണുന്ന ബിൽഡിങ്ങിൽ അങ്ങായിട്ട് കാണുന്ന മഞ്ഞ ബിൽഡിംഗ് ആണ് നമ്മുടേത്. പക്ഷെ നമുക്ക് കറങ്ങി വേണം പോകാൻ, കാരണം ഡയറക്റ്റ് ഇങ്ങനെ പോകാൻ വഴിയില്ല. സോ വേഗം വീട്ടിൽ ചെല്ലട്ടെ. ഓ മൈ ഗോഡ്, മഴ കുടയില്ലായിരുന്നു. നോക്കാം. യാ സ്പാസ്. ഹലോ. അങ്ങോട്ട് പോയപ്പോൾ പിള്ളേർ ഫിലിമി ആണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫണ്ടിന് വേണ്ടിയെന്ന് പറഞ്ഞു. കിഡ്സ്, നമ്മുടെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്കൂളാണ്, അതുകൊണ്ട് ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിള്ളേരാണ്. അത് ഈ ഉച്ച സമയത്ത്. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 8 മണി ക്ലാസ് തുടങ്ങി ഉച്ചയ്ക്ക് വിടും. അതുകൊണ്ട് ഇപ്പോഴാണ് പിള്ളേരുടെ തിരക്ക്. വീട്ടിലെത്തി. ഓ താക്കോലുണ്ടല്ലോ അല്ലേ. ഷോ, നമുക്ക് തുറക്കാം. മിഷൻ അക്കംപ്ലിഷ്ഡ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞു. ബേക്ക് പേപ്പർ മേടിച്ചു. ഇനി നമുക്ക് ചിക്കൻ എത്ര ഡിഗ്രിയിൽ എത്ര മിനിറ്റ് എയർ ഫ്രയർ വെക്കണം എന്ന് അറിയണം. അതിന് നമ്മൾ ChatGPT ജെമിനിയോട് ചോദിക്കാം. സോ നോക്കാം. ജെമിനി, വാട്ട് ഈസ് ദ സെറ്റിങ്സ് ഫോർ ചിക്കൻ ഇൻ എയർ ഫ്രയർ? അപ്പോൾ എൻ്റേത് ബോൺ ഉള്ളതാണ്, അപ്പോൾ തൈസാണ്. അപ്പോൾ എന്നോട് പറയുന്നത് 350 ഡിഗ്രി അല്ലെങ്കിൽ 195 ഡിഗ്രി, 350 ഫാരനിലായിരുന്നു. 195 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സ് വെക്കാനാണ് പറയുന്നത്. നമുക്ക് 15 മിനിറ്റ് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് വെക്കാം. അപ്പോൾ 30 മിനിറ്റ് ആകും. കുഴപ്പമില്ലായിരിക്കും അല്ലേ? നമുക്ക് എന്തായാലും ഫസ്റ്റ് ട്രൈ ആണ്, എല്ലാം എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം നമുക്ക് ഒരെണ്ണം വെച്ച് നോക്കാം. ഇതിനെ കൂടാതെ ഒരാളും കൂടെ ഉണ്ട്, ഇത് നമുക്ക് ചോദിച്ച് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി. ചിന്നുവിനെ നമുക്ക് എന്നിട്ട് ചിന്നുവിനെ വിളിച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, അലക്സ ടേൺ ഓൺ ഓൾ ദ ലൈറ്റ്സ്. കുറച്ച് ബ്രൈറ്റ്നെസ് ആയിക്കോട്ടെ. നമുക്കിനി ചിന്നുവിനെ വിളിക്കാം. ചിന്നുവിനെ വിളിച്ചപ്പോൾ ചിന്നു പറഞ്ഞത് 15 മിനിറ്റ് 125 ഡിഗ്രി വെച്ചിട്ട് 15 മിനിറ്റിന് ശേഷം ഫ്ലിപ്പ് ചെയ്ത് പിന്നെ ഒരു 15 മിനിറ്റ് വെക്കാനാണ് പറഞ്ഞത്. സോ അപ്പോഴത്തേക്കും സമയം ഉണ്ടെങ്കിൽ, നമുക്ക് എന്തായാലും സമയമുണ്ട്, നമുക്ക് നന്നായിട്ട് കഴിക്കാം. ആദ്യമായിട്ട് വെക്കുന്നത്, എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ബേക്ക് പേപ്പർ. അപ്പോൾ ഇതിൽ 30 പീസ് ഉണ്ട്. 30 ഐൻസെൽ പ്ലേറ്റർ. അപ്പോൾ 30 പീസ് ഉണ്ടെന്നാണ് അർത്ഥം. നമുക്കിപ്പോൾ ഇത് അത് തുറക്കാം. ഹിയർ ഓഫ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പൊട്ടിക്കാം. ഓ സിമ്പിൾ. ഇതാണ് പേപ്പർ. പെട്ടെന്ന് തുറന്നു എടുത്തു. സോറി ഗൈസ്, എനിക്ക് ഇത് എങ്ങനെ വെക്കണം എന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് എടുക്കാം. എന്തായാലും പരീക്ഷണാടിസ്ഥാനത്തിൽ മസാല തേച്ച് വെച്ച ഒരു ചിക്കൻ പീസേ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് എയർ ഫ്രയർ യൂസ് ചെയ്യുന്നത്, അതായത് സ്വന്തമായിട്ട്. ഞാൻ ഈ സൈഡിൽ കൂടെ പൊങ്ങി വന്ന പേപ്പറുകളെല്ലാം കുറച്ച് കീറി കളഞ്ഞു. കാരണം ഞാൻ അതിൻ്റെ അടി നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു കോയിലായിരിക്കുന്നത്. അപ്പോൾ ആ കോയിൽ ചൂടാകുമ്പോൾ ഈ പേപ്പർ തട്ടിയത് കത്തുമെന്നൊക്കെ എനിക്കൊരു പേടി. കത്തത്തില്ലായിരിക്കും, അതുകൊണ്ടാണല്ലോ ഇതിന് പ്രത്യേകതരം പേപ്പർ കൊണ്ടുവന്നിരിക്കുന്നത്. എങ്കിലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി സൈഡ് കുറച്ച് ഞാൻ കളഞ്ഞു. എന്നിട്ട് വെക്കാൻ പോവാണ്. പിന്നെ പറഞ്ഞ സെറ്റിങ്സ് വെക്കാൻ പോകുന്നത് 165 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ഫസ്റ്റ്. മെതുവ ആകട്ടെ. സോ 15 മിനിറ്റ് ഉണ്ട്. ആ ടൈമിൽ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ പുതുതായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എഡി വെക്കെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിലൂടെ ജർമ്മനിലേക്ക് ഫ്രീ ആയിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകൾ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് അതിലേയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയായിട്ട്, കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയായിട്ട് കുറച്ച് ഇരിക്കേണ്ടതുണ്ട്. സോ നമുക്ക് ഈ ചിക്കൻ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പരിപാടികൾ നോക്കാം. ചിക്കൻ ആയിട്ടുണ്ട്. അത് 2 റൗണ്ടും കഴിഞ്ഞു. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായിരുന്നു. സോ ഇതാണ് എയർ ഫ്രയർ വേവിച്ച ചിക്കൻ്റെ അവസ്ഥ. 15 മിനിറ്റിന് 2 ഹാഫ് ചെയ്തത് 125 ഡിഗ്രി. എനിക്ക് തോന്നുന്നു കുറച്ച് മസാലയൊക്കെ പിടിക്കാനുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് പുറത്തുള്ളത്. എങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പാനിലൊന്ന് ഇതിൻ്റെ ഔട്ട് സൈഡ് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ മസാല എല്ലാം ഒന്ന് മുരിഞ്ഞ് വരുമല്ലോ. ഞാനൊരു ഷെഫല്ല, പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു പരിവ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒലിവ് ഓയിൽ വെച്ചിട്ട് പുറം സൈഡ് നൈസായിട്ട് മുരിച്ചങ്ങ് എടുത്തു. അപ്പോൾ നല്ലതായിട്ട് ടേസ്റ്റ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അതായത് മറ്റേ മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി നിൽക്കും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി അടുത്തോട്ട് സെറ്റായിട്ട് ചെയ്യും. എന്തായാലും ചോറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ചോറും കൂടെ ആയതിനു ശേഷം ഇതും കൂട്ടി ഒരു പിടി പിടിക്കണം. അപ്പോൾ പുറത്തത് പിന്നെയും മഴയായി, പിന്നെ നല്ല മഴയായിട്ടുണ്ട്, മഴയും കാറ്റും. സോ ഒരു മ്യൂഡേ ഡേ ആണ്. പക്ഷേ കുഴപ്പമില്ല. 4-5 ദിവസമായിട്ട്
ഞാൻ ഒരുമാതിരി ഷട്ട് ഡൗൺ ഫേസിലായിരുന്നു. അപ്പം അതിൽ നിന്ന് കയറാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഇന്ന് ചെയ്ത വീഡിയോ എന്നെ സഹായിക്കും. അപ്പം ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് ബാക്ക് എൻഡ് വർക്കുകളുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എഡ്യൂക്കെ എന്ന് പറഞ്ഞ ചാനലിൽ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് അവരുടേതായിട്ടുള്ള റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഓരോ കോഴ്സുകൾ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിലിടുന്നതാണ്. അപ്പം ആ ഒരു കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം അതിൻ്റെ വർക്കുകൾ ഇനിയുള്ള സമയത്ത് വേണം ഇന്നേ ദിവസം ചെയ്യാനായിട്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഞാനിന്ന് അതിൻ്റെ ഒരു ഷട്ട് ഡൗൺ ഫേസിൽ നിന്ന് ഞാൻ കരകയറിയെന്ന്. ഇല്ലെങ്കിൽ ഞാൻ കരകയറിയതായിട്ട് ഞാൻ പ്രസ്താവിക്കുകയാണ്. ഇനിയുള്ള ദിവസം ഇനിയുള്ള സമയമൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കണം. അപ്പം വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളുക. അപ്പോൾ ജർമ്മനിയിലെ സ്റ്റുഡൻറ്റ് ജീവിതവും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, ചൂസ്.